വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. വചനിപ്പ് പെരുന്നാളായി ആചരിക്കുന്നതായി ഇന്ന് നാം ധ്യാനിക്കുന്നതായ വചനത്തിൽ മറിയ എന്ന യുവതിയുടെ ഹൃദയത്തിൽ നിന്നുയർന്ന ഒരു ചെറിയ വാക്കുകൾ മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സമർപ്പണ വാക്ക് ദൈവത്തിൻ്റെ പദ്ധതിയെ ലോകത്തിലേക്ക് എത്തിച്ചു. ഇന്നത്തെ നമ്മുടെ പ്രധാന സന്ദേശം ഇതാണ്: ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആമേൻ അതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ അത്ഭുതമാകുന്നു. മറിയം പറഞ്ഞത് ഒരു സാധാരണ വാക്കല്ലായിരുന്നു, അത് വിശ്വാസത്തിൻ്റെ ധൈര്യവും സമർപ്പണത്തിൻ്റെ പ്രകടനവുമായിരുന്നു. അവളുടെ മുൻപിൽ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞിരുന്നു. സമൂഹത്തിൻ്റെ വിമർശനം, ഭാവിയെക്കുറിച്ചുള്ളതായ ആശങ്ക, ജീവിതത്തിലെ അപകട സാധ്യതകൾ. എങ്കിലും അവൾ ധൈര്യത്തോടെ പറഞ്ഞു, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. സഭാപിതാക്കന്മാര് നമ്മോട് ഈ കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. വിശുദ്ധനായ അത്തനേഷ്യസ് പറയുന്നു, മറിയത്തിന്റെ അനുസരണം മനുഷ്യരാശിയുടെ രക്ഷയുടെ വാതിൽ തുറന്നു. വിശുദ്ധനായ എഫ്രേം എഴുതിയിരിക്കുന്നു, മറിയം ദൈവവചനത്തെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ലോകം പുതുക്കപ്പെട്ടു. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: ദൈവവചനം കേൾക്കുക മാത്രം അല്ല, അതിന് ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോഴാണ് രക്ഷയുടെ വഴി തുറക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കുവാൻ ഒരു ദൃഷ്ടാന്തം പറയട്ടെ. ഒരു വിത്ത് മണ്ണിൽ വീഴുമ്പോൾ അത് ഇരുട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിന് തോന്നാം, എനിക്കെന്താണ് സംഭവിക്കുന്നത്? എന്നാൽ അത് പ്രകൃതിയുടെ നിയമത്തിന് അതെ എന്ന് സമ്മതിക്കുമ്പോൾ അത് വളർന്ന് ഒരു വലിയ വൃക്ഷമായി തീരുന്നു. അതുപോലെ തന്നെയാണ് മറിയം. അവളുടെ അതേ ലോകത്തിന് രക്ഷകനായ യേശുവിനെ നൽകുന്നു. നമുക്ക് ഓർക്കാം, ദൈവത്തിന് അതേ പറഞ്ഞാൽ നമ്മുടെ ജീവിതം അത്ഭുതമാകും. സമർപ്പണം ചെറിയതായിരിക്കാം, പക്ഷെ അതിൻ്റെ ഫലം മഹത്തായിരിക്കാം. നാം പറയുന്ന അതേ ദൈവത്തിൻ്റെ പദ്ധതിയെ തുറക്കുന്നു. വിശ്വാസം ഭയത്തേക്കാൾ വലുതാണല്ലോ. ഇത് നമ്മോട് ദൈവം ചോദിക്കുന്നു, എൻ്റെ ഇഷ്ടത്തിന് നീ ആമേൻ പറയുമോ? നമുക്ക് ആമേൻ എന്ന് പറയാം. സേവിക്കേണ്ടിടത്ത് അതേ പറയാം. ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കേണ്ടിടത്ത് അതേ പറയാം. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ ആശങ്കകൾ ഉണ്ടായാലും അവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. മറിയത്തിൻ്റെ അതേ ചരിത്രത്തെ മാറ്റിമറിച്ചു. ഇന്ന് നമ്മുടെ അതേ നമ്മുടെ കുടുംബത്തെയും സഭയെയും സമൂഹത്തെയും മാറ്റാൻ കഴിയും. ദൈവം അതേ എന്ന് പറയുന്ന ഹൃദയങ്ങളെയാണല്ലോ അന്വേഷിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിന് ആമേൻ അതെ എന്ന് പറയുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തോട് ആമേൻ പറയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഭയങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കണമേ. മറിയത്തിൻ്റെ വിശ്വാസവും സമർപ്പണവും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയണമേ. നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമാകട്ടെ. നിന്റെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇന്നു മുതൽ ഞങ്ങൾ പറയുന്നു, കർത്താവേ, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.